യെസ്, വ്യക്തമാണ് ശ്രീ തോമസ് ഐസക്, താങ്കളുടെ നിലപാട്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഹാഷിം, അപ്പോൾ 45 മീറ്ററിൽ തന്നെ ഭൂരിഭാഗം പേരും ഉറച്ചു നിൽക്കുന്നു. വികസനം വേണമെങ്കിൽ, ദേശീയപാത വികസനം വേണമെങ്കിൽ 45 മീറ്റർ തന്നെ വേണം എന്ന വാദമാണ് തോമസ് ഐസക്കും മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പാത എന്ന എക്സ്പ്രസ് ഹൈവേ എന്ന വാദം കേരളം തള്ളിക്കളഞ്ഞതാണ്. ഇനി അതിന് ഒരു സാധ്യതയില്ല. അപ്പോൾ നിലവിലുള്ള പാത വീതി കൂട്ടണം, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, ഭാവി ആവശ്യമാണ് ഏറ്റവും പ്രധാനം, അത് നിർവഹിക്കണമെങ്കിൽ ഇത് തന്നെ വേണം എന്നും പറയുന്നു. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത് BOT ആണ്. BOT അടിസ്ഥാനത്തിൽ പാതകൾ നിർമ്മിക്കുന്നതിനെയാണ് ഈ ദേശീയപാത വികസനത്തെ പ്രധാനമായും എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രശ്നവും. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? എല്ലാ വികസന മുരടിപ്പിന്റെയും തുടക്കം ഈ പാതയുടെ വീതിക്കുറവിലായിരിക്കുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2010 ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു യോജിപ്പിലെത്തി. കേരളത്തിലെ സാഹചര്യത്തിൽ 30 മീറ്ററിൽ അടിയന്തരമായിട്ട് 4 വരിപ്പാത നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അത് അന്നത്തെ സംസ്ഥാന ക്യാബിനറ്റ് മെയ് 4-ാം തീയതി അംഗീകരിച്ചു. ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മെയ് 5-ാം തീയതി പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ആ നിവേദനം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതിലെല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ആ നിവേദനത്തിന് അന്നത്തെ കേന്ദ്രമന്ത്രിസഭ അല്ലെങ്കിൽ അന്നത്തെ കേന്ദ്രമന്ത്രി കമൽനാഥ് അത് സമ്മതിച്ചു തന്നില്ല. അന്ന് ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ആവശ്യപ്പെട്ടത് BOT ടോളും ഇല്ലാതെ ശരിയാണ് ഹാഷിം താങ്കൾ പറഞ്ഞത്. അങ്ങനെയല്ല, അത് 45 മീറ്റർ എന്ന കാര്യത്തിലാണ് സമവായത്തിലെത്തിയതെന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ഇവിടെ ഈ ചർച്ചയിൽ. അല്ല തെറ്റാണ്. അത് അല്ല, ഒന്നാമത്തെ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ആ തീരുമാനം പ്രധാനമന്ത്രി അറിയിച്ചപ്പോൾ കമൽനാഥ് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സർവകക്ഷി യോഗം കൂടി ഇവരത് അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതാണ് പറയുന്നത്. അപ്പൊ അന്ന് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവർ വേറൊരു തീരുമാനത്തിലേക്ക് പോയത്. ഇന്നിപ്പോൾ അതേ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു അതാണ് പ്രായോഗികം, അതാണ് നടക്കുകയുള്ളൂ, അതാണ് ഇവിടെ നടപ്പാക്കേണ്ടതെന്ന് പറയുമ്പോൾ അതാണല്ലോ ഇവിടെ അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ടത്. അയൽ സംസ്ഥാനത്തുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിലെ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനസാന്ദ്രത, റിബൺ ഡെവലപ്മെന്റ്, BOT-യോടും ടോളിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പ്, ഭൂമി ഏറ്റെടുപ്പിനുള്ള പ്രയാസം, ഭൂമിയുടെ വില, അതുകൊണ്ടിട്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ 30 മീറ്ററിൽ പാത നിർമ്മിക്കണം. അദ്ദേഹം മറ്റൊരു പ്രപ്പോസൽ കൂടി വെച്ചു. അതെന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല? ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? ഞങ്ങൾ അതിനോട് യോജിപ്പാണ്. മുകളിലൂടെ എലിവേറ്റഡ് റോഡ് നിർമ്മിക്കാമെന്ന് പറഞ്ഞല്ലോ. ഹൈദരാബാദിൽ അത്തരത്തിൽ എലിവേറ്റഡ് കോറിഡോർ നിർമ്മിച്ചിട്ടുണ്ട്. 17 മീറ്റർ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് അവിടെ എലിവേറ്റഡ് 4 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. 30 മീറ്ററിൽ താഴെ ഒരു 4 വരിപ്പാതയും മുകളിൽ മറ്റൊരു എലിവേറ്റഡ് 4 വരിപ്പാതയും നിർമ്മിക്കുകയാണെങ്കിൽ മുകളിലൂടെ ടോൾ പിരിക്കുന്നതിന് ജനങ്ങൾ എതിർക്കില്ലല്ലോ. അപ്പൊ BOT രീതിയിൽ നടപ്പാക്കുന്നതിന് ജനങ്ങൾ എതിർക്കില്ല. പക്ഷെ ജനങ്ങൾ നിലവിൽ സഞ്ചരിക്കുന്ന താഴെ കൂടിയുള്ള പാതയിൽ ടോൾ പിരിക്കാനാണ് ജനങ്ങൾ എതിർക്കുന്നത്. ഹാഷിം, ഇവിടെ CPIM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എത്തിയ AP അബ്ദുള്ള കുട്ടിയും വികസനത്തിന് വേണ്ടി വാദിക്കുന്നവരും സ്വാഭാവികമായി അവർ 45 മീറ്റർ ദേശീയപാത വീതി വേണം എന്ന് ആവശ്യപ്പെടുന്നവരുമാണ്. ഇതിൽ എതിരഭിപ്രായമായി നിൽക്കുന്നത് ലീഗാണ്. ഒരു രാഷ്ട്രീയ സമവായം ഇക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞു നേരത്തെ അതിൻ്റെ ഒരു അട്ടിമറിയിലൂടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ മാറിയതാണെന്ന്. ഒരു രാഷ്ട്രീയ സമവായത്തിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് നടപ്പാകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല. അത് വ്യക്തമായി ഞാനിവിടെ പറയുകയാണ്. ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ലാത്തൊരു പദ്ധതിയാണ് കേരളത്തിൽ 45 മീറ്റർ വീതിയിലുള്ള BOT പാത എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു, ഇടതുപക്ഷവും പരാജയപ്പെട്ടു, ഇപ്പോൾ UDF-ഉം പരാജയപ്പെട്ടിരിക്കുന്നു. അബ്ദുള്ള കുട്ടി പറഞ്ഞതൊന്നുമല്ല കണക്ക്. വടക്കേ മലബാറിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭൂമി എടുക്കാൻ പറ്റുന്നില്ല. 1 ഇഞ്ച് ഭൂമി പോലും അവിടെ എടുത്തിട്ടില്ല. അവിടെ കുറ്റിയടിച്ചു എന്നാണ് പറയുന്നത്. സർവേ നടത്തി കുറ്റിയടിച്ച ഭൂമി എടുക്കലാവോ? അതുകൊണ്ടിട്ട് എനിക്ക് വ്യക്തമായി കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നമുക്ക് 4 വരിപ്പാതയാണ് അടിയന്തരമായിട്ട് വേണ്ടത്. BOT മുതലാളിയുടെ പാതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ വാദമല്ല കേരളം അംഗീകരിക്കേണ്ടത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 30 മീറ്ററിൽ 4 വരിപ്പാതയും ഉണ്ടാവില്ല, 45 മീറ്ററിൽ 4 30 മീറ്റർ എന്ന് പറയുമ്പോഴും അത് അട്ടിമറിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്നോടാണോ ചോദ്യം? തീർച്ചയായും. അല്ല, 30 മീറ്റർ എന്നുള്ളത് അട്ടിമറിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 30 മീറ്റർ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞ ആ അഴിമതി സംവിധാനത്തെ മാറ്റി നിർത്തുന്നുള്ള സൂചന അവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ്
കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, വിമർശിക്കുന്നില്ല, പക്ഷേ പല രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഉടനെ ചാടി ഇറങ്ങിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. BOT കമ്പനികൾ ഇവിടുന്ന് പടിക്ക് പുറത്താക്കാൻ പോകുന്നുവെന്ന് അവരറിഞ്ഞപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അബ്ദുള്ളക്കുട്ടി, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. ഇപ്പൊ ഹാഷിമും അതുപോലുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് കേരളത്തിലെ റോഡ് വികസനത്തിന് ജനങ്ങൾ എതിരാണ്. ഇത് നമ്മൾ ഈ TV ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല ജനം. ട്രാഫിക് കുരുക്കിൽ ശ്വാസം മുട്ടി ആശുപത്രിയിൽ എത്താൻ വൈകുന്ന, ജോലി സ്ഥലത്തെത്താൻ വൈകുന്ന, മണിക്കൂറുകൾ റോഡിൽ മരിച്ചു വീഴുന്ന, സമയം കൊല്ലുന്ന സാധാരണ ജനങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവര് പറയുന്ന സ്ഥലം എടുത്തിട്ടില്ലാന്ന്. കേരളത്തിൽ മണ്ണൂത്തി അങ്കമാലി 45 കിലോമീറ്റർ 4 വരി സർവീസ് റോഡ് ഉൾപ്പെടെ ഉണ്ടായിട്ട് ടോള് പിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വടക്കൻ മലബാറിലും പാലക്കാടും ഒക്കെ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുറ്റിയിടാന്ന് പറഞ്ഞ ജനങ്ങൾ കുറ്റിയിടാൻ പോലും പണ്ട് സമ്മതിച്ചിട്ടില്ല. കുറ്റിയിടാൻ ജനങ്ങൾ സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് അനുകൂലം എന്നാണ്. കണ്ണൂർ കളക്ടറേറ്റിൽ ഇന്നും ജനങ്ങൾ വന്ന് സ്ഥലം സറണ്ടർ ചെയ്ത പ്രോസസ് കളക്ടർ മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. താങ്കൾ ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കാത്തത്? സർക്കാരിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സമവായം ഉണ്ടാക്കി 45 മീറ്റർ ആണ്. പെട്ടെന്ന് ഇത് മാറ്റിയിരിക്കുകയാണ്. അതിൽ പ്രതിഷേധമാണ് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ മാറ്റിയത് ലീഗിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ലീഗിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വാക്യം ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഇതിലും ഭേദം അങ്ങനെ പറയുന്നതായിരുന്നില്ലേ? ചില വ്യാപാര പ്രമാണിമാരാണ് അവിടെ എതിർപ്പെന്ന് ഞാൻ പറഞ്ഞത്. വളരെയധികം ശ്രീ AP അബ്ദുള്ളക്കുട്ടി, K. കുട്ടി അഹമ്മദ് കുട്ടി, ഡോക്ടർ TM തോമസ് ഐസക്, ഹാഷിം ചേന്നംപിള്ളി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്